തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് 10ാമത്തെ സ്റ്റെപ്പ്. 10ാമത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 9 ഘട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് 10ാം ഘട്ടത്തിലേക്ക് ഉള്ള ആ 10ാം ഘട്ടം ഇതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 4ാമത്തെ പടിയിൽ നമ്മളൊരു ഇൻവെന്ററി, ഒരു വിലയിരുത്തൽ, നമ്മെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ സ്വാർത്ഥതയെയും നീരസത്തെയും വിദ്വേഷത്തെയും കോപത്തെയും സ്നേഹത്തെയും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മളെ പ്രശ്നത്തിലേക്കാക്കിയത് എന്നും നമ്മളോടൊപ്പമുള്ളവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളത് എന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം വേദനിപ്പിക്കലുകളുടെ കുറ്റബോധമാണ് വീണ്ടും വീണ്ടും നമ്മളെ ഒന്ന് കുടിയിലേക്ക്, ഒരു സ്ലിപ്പിലേക്കൊക്കെ നമ്മെ എത്തിച്ചത്. അപ്പൊ ആ 4ാം പടിയിൽ നമ്മൾ കണ്ടെത്തിയ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടുന്നതിനാണ് നമ്മൾ 5, 6, 7 പടികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അത്തരം പ്രശ്നങ്ങളെ, നമ്മൾ കണ്ടെത്തിയ പ്രശ്നങ്ങളെ നമ്മൾ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ ദൈവത്തിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചു പോകുന്നു. പക്ഷെ 4ാം പടിയിൽ കണ്ടെത്തിയ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നിരസവും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുള്ള നമ്മുടെ ബന്ധങ്ങളിൽപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരെയൊക്കെ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം മുറിപ്പെടുത്തിയ ആളുകളുടെയുമായിട്ടുള്ള ബന്ധം ഒന്ന് ദൃഢമാക്കാൻ, നല്ലൊരു രീതിയിലാക്കാൻ, അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിള്ളലുകളെ പരിഹരിക്കാൻ നമ്മൾ 8ാം പടിയും 9ാം പടിയും നമ്മൾ ഉപയോഗിച്ചു. ആ 9ാം പടി ഉപയോഗിക്കുന്നതോടുകൂടി നമ്മൾ നമ്മളോടൊപ്പമുള്ള ആളുകളോടും സുഹൃത്തുക്കളോടും ജോലി സ്ഥലത്തുള്ളവരോടുമുള്ള അവരോടൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് അവരോടൊക്കെ ഒപ്പമുള്ള യാത്ര സുഖകരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്തിന് 10ാം പടിയിൽ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ തുടർന്ന് ചെയ്യണം? കാരണം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റ് പറ്റുന്നവരാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരം ഒരു രീതിയിലാണ്. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് മനുഷ്യർ. മൃഗങ്ങൾക്ക് തെറ്റ് പറ്റാറില്ല. നമ്മൾ ചിലപ്പോൾ പറയും പൂച്ച കട്ട് തിന്നു എന്നുള്ളത്. പൂച്ച കട്ടിട്ടല്ല തിന്നുന്നത്. പൂച്ചയുടെ ജനിതക സ്വഭാവം അങ്ങനെയാണ്, ഭക്ഷണം ഉള്ളിടത്ത് നിന്ന് കഴിക്കുക എന്നുള്ളതാ. നമ്മളാണ് പറയുന്നത് പൂച്ച കട്ട് തിന്നു എന്നുള്ളത്. ഇതുപോലെ പല മൃഗങ്ങളെ കുറിച്ചും നമ്മൾ അങ്ങനെ പറയും. പക്ഷെ അതിൻ്റെ ജനിതക രീതി അങ്ങനെയാണ്. അവർക്ക് അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ട യാതൊരു ആവശ്യവും അതിനില്ല. കാരണം അത്തരം ഒരു ജീവിത രീതി കൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പങ്ങളും സംഭവിക്കുന്നില്ല. എന്നാൽ അതിൽ ഒരു മെച്ചപ്പെടൽ അവർക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യര് ചില പ്രാക്ടീസുകളിൽ കൂടിയാണ് ശരിയായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നെത്തുന്നത്. നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ കഴിയും, ഈ മൃഗങ്ങൾ, പൂച്ചകളോ നായ്ക്കളോ ഒക്കെ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ഒരു പുല്ല് തിന്നും അവര്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ചില വായനകളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ്, അവർക്ക് എന്തെങ്കിലും ചില അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ അസുഖങ്ങൾക്ക് അവരുടെ ആ ജനിതക ഘടനയിൽ കൂടി കിട്ടിയ ആ ഒരു സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവര് ചില പുല്ലുകൾ തിന്നാൽ അവരുടെ അസുഖങ്ങളെ മാറും. അതാരും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടല്ല. അതൊരു
ആ ഒരു ജന്മം മുതലേ അതിന് കിട്ടിയ ആ ഒരു സെൻസാണ്. എന്നാൽ മനുഷ്യന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രാക്ടീസ്, ഒരു അറിവ് പുറമേ നിന്ന് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അത്തരം തെറ്റുകൾ ഒരു മദ്യാസക്തൻ എന്ന നിലയിൽ കൂടുതൽ മദ്യാസക്തന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നീരസത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അസഹിഷ്ണുതയുടെയും എല്ലാം തടവറയിലാണ് കുറേ കാലം ജീവിച്ചു പോന്നിരുന്നത്. ഇതൊക്കെ പടികൾ പ്രാക്ടീസ് ചെയ്തു പോന്നാലും കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിന്നാലും ചിലപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ തലപൊക്കി വരാം. കാരണം നമ്മൾ ഒരിക്കലും പെർഫെക്ഷൻ അല്ല. പെർഫെക്ഷൻ ആകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എവിടെ നിന്നെങ്കിലും സന്ദർഭം, സാഹചര്യം ഒക്കെ ഒത്തുവരുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് തലപൊക്കാം. നമുക്ക് ഈ വലിയ വലിയ ഈ മന്ത്രിമാര് അല്ലെങ്കിൽ വലിയ കമ്പനിയുടെ MD-മാര്, ഇവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, അവരുടെയൊക്കെ കീഴിൽ ഒരു ഉപദേശകർ ഉണ്ടാകും. ആ ഉപദേശകർ ചില നിർദ്ദേശങ്ങളിൽ, ചില കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിനനുസരിച്ചാണ് അവർ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതിൻ്റെ ഒരു കാരണം അവർക്കും അറിയാം, അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ, താളപ്പിഴകൾ, തെറ്റുകൾ അല്ലെങ്കിൽ മറവികൾ, ഇതൊക്കെ ചിലപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് അവരൊക്കെ വിചാരിക്കുകയും എനിക്ക് തെറ്റുകളും പ്രശ്നങ്ങളും കുറ്റങ്ങളും മറവികളും ഒന്നും പറ്റില്ല എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കമ്പനി മേധാവി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തലവൻ, അങ്ങനെയൊക്കെ കരുതിയാൽ അവർക്ക് ഒരിക്കലും അത് ശരിയായ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് ഒരു മദ്യാസക്തന്റെ ഒരു കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ ചിലപ്പോഴൊക്കെ തലപൊക്കി വരും എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. നമുക്ക് തെറ്റ് പറ്റില്ല എന്ന് കരുതിയാൽ നമുക്ക് തെറ്റ് പറ്റില്ല എന്ന് കരുതിയാൽ വിലയിരുത്തപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിലയിരുത്തലും നടത്തേണ്ട ആവശ്യമില്ല തെറ്റ് പറ്റില്ല എന്നൊരുത്തൻ വിചാരിക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അബദ്ധങ്ങളിലേക്കായിരിക്കും ചെന്ന് ചാടുക. നമ്മൾ കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെ സംഭവിച്ചത് അതല്ലേ. പലപ്പോഴും ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ ചെയ്തത്. ചില ആളുകളോടുള്ള സംഭാഷണത്തിൽ ചില ആളുകളുടെ തെറ്റുകൾ കണ്ടുപിടിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചത്, നമ്മളെ ഒരാൾ അപഹസിച്ചപ്പോഴോ പരിഹസിച്ചപ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അവനോട് ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തകൾ, ഇതൊക്കെ അന്നേരം ശരിയാണ് എന്ന് നമ്മൾ കരുതിയിരുന്നു. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷമോ ഇപ്പോഴൊക്കെ നമ്മളത് ആലോചിക്കുമ്പോൾ അത് ചെയ്യേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ പറയേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് അത് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം, മാസം കഴിഞ്ഞപ്പം, വർഷം കഴിഞ്ഞപ്പോഴൊക്കെ അല്ലേ നമുക്ക് മനസ്സിലായത്. ആ മനസ്സിലായതിൻ്റെ അത്തരം ചില പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ, കാഴ്ചകൾ ഒക്കെ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അതിൻ്റെ കുറ്റബോധം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ആ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും
സുബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ആ കുറ്റബോധം മായ്ക്കാനാണ് നമ്മൾ മദ്യശാലകൾ കയറിയിറങ്ങിയത്. അപ്പോൾ ഇനിയും നമ്മൾ അത്തരം ചില കാര്യങ്ങൾ, പ്രവർത്തികൾ, കാഴ്ചകൾ, സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പം തോന്നും അത് ശരിയാണ് എന്ന്. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുകയും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കുറ്റബോധത്തിൽ മുങ്ങിത്താഴുകയും ചെയ്യും. ഈ ഒരു അവസ്ഥകൾ ഒഴിവാക്കാനായിട്ടാണ് ഒരു ദൈനംദിന വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടതിൻ്റെ ആവശ്യം 10-ാം പടിയിൽ പറയുന്നത്. എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് ഓരോ ദിവസത്തിൻ്റെയും അവസാനമാണ് ഈ വിലയിരുത്തൽ. നമ്മൾ വീട്ടിലെത്തി ആ ഒരു വിശ്രമവേളകളിൽ നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ് എന്നാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ബിഗ് ബുക്കിൽ ചില സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് 10-ാം പടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു വിലയിരുത്തലാണ് 10-ാം പടിയിൽ ചെയ്യേണ്ടതെങ്കിൽ ഒരു ദൈനംദിന വിലയിരുത്തൽ എന്നല്ലായിരുന്നു പറയുക. എന്തുകൊണ്ടാണ് ഈ ദൈനംദിന മുഴുവൻ സമയ വിലയിരുത്തൽ എന്നാണ്? ഞാൻ ഉറക്കം ഉണരുന്നു, ഞാൻ എൻ്റെ പ്രഭാത കൃത്യങ്ങൾ നടത്തുന്നു, ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കടന്നു ചെല്ലുന്നു. ഇവിടെയൊക്കെ ഞാനൊരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെ കാര്യത്തിലാണ് വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ലഘുവായിട്ട് നമുക്ക് കുറഞ്ഞ സമയത്തിലൊന്ന് പറഞ്ഞു പോകാം. എല്ലാ കാര്യത്തിലും വിലയിരുത്തൽ നടത്തണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നീരസത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും പിന്നെ സത്യസന്ധത ഇല്ലായ്മയുടെയും ഒക്കെ ആളാണ് ഞാൻ. ഇത് പലപ്പോഴും എവിടെയെങ്കിലും വെച്ചിട്ട് കടന്നു വരും. ഞാൻ എൻ്റെ ദൈനംദിന പ്രവർത്തികൾ അഥവാ രാവിലത്തെ ആ ഒരു പല്ല് തേപ്പ് മുതൽ, കുളി മുതൽ, ഭക്ഷണം മുതൽ, വ്യായാമം മുതൽ എല്ലാ കാര്യത്തിലും ഞാൻ അതാത് സമയത്തെ ഒരു വിലയിരുത്തൽ ഞാൻ നടത്തണം. ചിലപ്പോഴൊക്കെ മടി പിടികൂടും. അത്യാസക്തനുള്ളത് അലസത, മടി, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇന്ന് വ്യായാമം ചെയ്യണ്ട, ഞാൻ അത് വിചാരിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ. ഇന്നത്തെ കുളി ശരിയായ രീതിയിലൊന്നും കുളിക്കണ്ട, ഒന്ന് കാക്കക്കുളി കുളിച്ച് പോകാം, കുറച്ചു നേരം കൂടി ഒന്ന് കിടക്കട്ടെ. ഈ ജോലികളൊക്കെ കുറച്ച് ചെയ്താൽ മതിയല്ലോ. കുളി ഒന്ന് വേഗത്തിലാക്കാം, പല്ല് തേപ്പ് വേഗത്തിലാക്കാം, ഭക്ഷണം കഴിക്കൽ ഞൊടിയിടെ കൊണ്ട് കഴിക്കാം, വ്യായാമം മാറ്റിവെക്കാം, ഒരു അരമണിക്കൂറും കൂടി ഒന്ന് കൂടുതൽ കിടക്കട്ടെ. ഞാനങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം എൻ്റെ മടി അങ്ങനത്തെ ഒരു മടിയാണ്. ഞാൻ പറയും ഞാൻ വലിയ ഊർജ്ജസ്വലനാണ്, ഞാൻ വലിയ വർക്കഹോളിക്കാണ്, എല്ലാ കാര്യത്തിനും എടുപിടിയെന്നാണ് എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ മടി എന്നെ പിടികൂടിയാൽ അത് വല്ലാത്തൊരു മടിയായിട്ട് മാറും, മറ്റുള്ളവരെ പോലെയല്ല. അപ്പൊ ഇവിടെ ഞാൻ ഒരു വിലയിരുത്തൽ നടത്തണം. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ഞാൻ എൻ്റെ ദൈനംദിന പ്രവർത്തികളിൽ എവിടെയോ ഞാനൊരു കുറവ് വരുത്തുന്നുണ്ട്, അത് ശരിയാണ്. മറ്റേതെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ തലേ ദിവസം കുറച്ച് നേരം വൈകിയിട്ടാണ് ഒരു അത്യാവശ്യ കാര്യം കൊണ്ട് കിടന്നുറങ്ങിയത്. അപ്പം എനിക്കൊരു എൻ്റെ ശരിയായിട്ടുള്ള ഉറക്കം എനിക്ക് ലഭിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി ഞാൻ സാധാരണ എണീക്കുന്നതിനും കൂടുതൽ ഞാൻ ഉറങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. കാരണം ആദ്യത്തെ കാര്യം ആദ്യം എന്ന് പറയുന്നത് നമ്മൾ പാലിക്കപ്പെടേണ്ടതാണ്. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. തലവേദന വരും, ബി പിയിൽ പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ ഒരു
മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ശരീരത്തിനുണ്ടാകും. അപ്പോൾ ഒന്ന് നമ്മൾ ഉറങ്ങുന്നു. അത് ആദ്യത്തെ കാര്യമാണ് ഉറങ്ങുക എന്നുള്ളത്. എന്ന് വെച്ച് രാത്രിയും പിന്നെ ഉറങ്ങേണ്ട സാധാരണ എണീക്കേണ്ട സമയം കഴിഞ്ഞ് നല്ല ഉറക്കവും കിട്ടിക്കഴിഞ്ഞിട്ട് ആ മടി പിടിച്ച് കുറച്ചു നേരം കൂടി കിടന്നു കഴിഞ്ഞിട്ട് എൻ്റെ ദൈനംദിന പ്രവർത്തികളിൽ പിന്നെ കുറവുകൾ വരുത്തുകയോ അല്ലെങ്കിൽ നേരം വൈകുകയോ ചെയ്ത് ഓഫീസിൽ എത്തുന്നതിലോ അല്ലെങ്കിൽ സാധാരണ പണിക്ക് പോകുന്നതിലോ താമസം നേരിട്ട് ആ പണിയിൽ കുറവ് വന്ന് ആ മേലുദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെയോ ഒക്കെ അടുത്ത് നിന്ന് ഒരു മുഷിപ്പായിട്ടുള്ള ഒരു സംസാരം കേൾക്കേണ്ടി വന്നാൽ ഞാനൊന്ന് വിലയിരുത്തി നോക്കണം. അതിനു മുമ്പ് ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ല വിലയിരുത്തേണ്ടത്. നമ്മൾ രാത്രിയാണ് വിലയിരുത്തുന്നതെങ്കിലോ നമ്മൾ ആ രാത്രിയിലെ വിശ്രമവേളയിലാണ് അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ ചെയ്ത വാക്കുകൾ, പ്രവൃത്തികൾ അല്ലെങ്കിൽ ചിന്തകൾ ഇവയെക്കുറിച്ചാണ് ഞാൻ വിലയിരുത്തുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം പരിഹാരം ചെയ്യാനുള്ള സമയം കടന്നുപോയേക്കാം. അതേസമയം എനിക്ക് ഇത്തരം ഒരു ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ ഞാൻ ആ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഉടനെ അതിനൊരു പരിഹാരം ഞാൻ കാണും. ഞാൻ ഉടനടി ചാടി എണീക്കും. എൻ്റെ ദൈനംദിന പ്രവർത്തികൾ വേഗത്തിൽ ഞാൻ തീർക്കാൻ ശ്രമിക്കും. കൃത്യസമയത്ത് ഞാൻ ഓഫീസിലെത്താൻ വേണ്ടി ശ്രമിക്കും. അതിന് വരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതെയാകും. അപ്പോൾ ഒരു സ്പോട്ട് ഇൻവെന്ററി എന്നാണ് നമ്മളെ ഈ 10ാം പടിയിൽ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരാളോടൊരു സംസാരത്തിൽ ഏർപ്പെടുന്നു. ആ സംസാരത്തിൽ ഏർപ്പെടുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഗൗരവമായി അദ്ദേഹത്തോട് പറയാനുണ്ടായിരിക്കും. ഞാൻ അത് അദ്ദേഹത്തോട് പറയുമ്പോൾ തിരിച്ച് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാനും അതേപടി ദേഷ്യപ്പെട്ടാൽ അവനേക്കാൾ കൂടുതൽ കോപാകുലനായിട്ട് ഞാൻ മാറും. കാരണം ഞാനൊരു ആൽക്കഹോളിക്കാണ്. ഞാൻ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. അത് എന്നെ ബാധിക്കുന്നുണ്ട്. എൻ്റെ മാനസികവും ശാരീരികവും ആത്മീയതയെയും ആ ദേഷ്യം എന്നെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ദേഷ്യത്തിൽ അവനോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു വിലയിരുത്തലും അതിനെക്കുറിച്ച് അതിനു മുമ്പോ അല്ലെങ്കിൽ അപ്പോഴോ വിലയിരുത്തൽ നടത്തുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ, ഞാൻ അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക ചെയ്യുക. മറ്റുള്ളവരോട് ഞാൻ പറയും അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. പല ന്യായീകരണങ്ങളും അതിന് പറയും. അതിൽ കൂടുതൽ ദേഷ്യപ്പെടേണ്ടതാണ്, എന്നിട്ടും ഞാൻ കടിച്ചു പിടിച്ച് നിന്നതാണ്. ചിലപ്പോൾ എൻ്റെ ശരീരം ആ സമയത്തും വിറയ്ക്കുന്നുണ്ടാകും. കണ്ണുകൾ ചിലപ്പോൾ ചുവന്നിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതേസമയം ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവൻ എന്നോട് കോപത്തിൽ പറയുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് വിലയിരുത്തിയാൽ, ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ ഞാനൊരു മദ്യാസക്തനാണ്. ഞാൻ ഇവിടെ സംയമനം വിട്ട് സംസാരിച്ചുകൂടാ. അവൻ എത്രത്തോളം എന്നെ വഴക്ക് പറഞ്ഞാലും കോപാകുലനായിട്ട് സംസാരിച്ചാലും ഞാൻ അതിൽ വീഴാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ എന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഞാനൊരു മെമ്പറാണ് എന്നുള്ളൊരു തോന്നൽ കൂടി എന്നിൽ ആ സമയത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അതിനെ ചിലപ്പോൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു പോകും. ഇനി അബദ്ധവശാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചില ഒച്ചയോ അല്ലെങ്കിൽ ചില വാക്കുകൾ അവനെ മുറിപ്പെടുത്തുന്നതോ ആയി സംഭവിച്ചാൽ തന്നെ അപ്പോൾ ഒരു വിലയിരുത്തൽ ഞാൻ നടത്തിയാൽ, ഞാൻ ചെയ്തത് ശരിയായോ എന്നുള്ളൊരു വിലയിരുത്തൽ നടത്തിയാൽ അപ്പോൾ തന്നെ എനിക്കതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി സാധിക്കും. അവനെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി, ഒരു സോറി കേട്ടോ, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിന്നെ വേദനിപ്പിക്കുന്നത് വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം എന്ന് പറഞ്ഞാൽ മതിയോ. അവൻ എൻ്റെ തോളിൽ കൈയിടും. അങ്ങനെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സംയമനം പാലിച്ചാലും ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിച്ചു പോകലുണ്ട്.
എന്നാൽ ഈ വിലയിരുത്തൽ ഉടനടി ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടാവൂ. ഇത്തരം ചില സോറികൾ പറയാൻ പറ്റാത്തത് കൊണ്ട്, ഇത്തരം ചില വിലയിരുത്തൽ നടത്താൻ പറ്റാത്തത് കൊണ്ട് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ എനിക്ക് സംഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു, ചിലപ്പം ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അവനെ കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പറയുകയും ഞാൻ സ്വയം എന്നെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ഞാൻ പോരുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കിന് ആ പ്രശ്നം വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ബേക്കിൽ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പുകൾക്ക് നടക്കാനോ ഒക്കെ സമയവും പണവും കണ്ടെത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പോലും അവരുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകളാണ് വീണ്ടും സംഭവിക്കുന്നത്. നമ്മുടെ ആ ഒരു മാനത്തിനേറ്റ മുറിവുകൾ ഉണ്ടാകും. എനിക്കും ചിലപ്പോൾ മുറിവുകൾ പറ്റിയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ചിലപ്പോൾ അവിടെ കാണുകയില്ല. ഒരു അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഭാഗത്തും ചില ആളുകൾ ഉണ്ടാവും, അവരുടെ ഭാഗത്തും ചില ആളുകൾ ഉണ്ടാവും. നമ്മെ എരികേറ്റി തരാനും ചില ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും. അവനെ ഒന്ന് എരിവ് കയറ്റി കൊടുക്കാനും ആളുകളുണ്ട്. ഇവിടെ പെട്ടുപോയാൽ നമ്മൾ കുറേയേറെ കാലം ഒരു പ്രശ്നവുമായിട്ട് മല്ലടിച്ച് നടക്കേണ്ടി വരും. അത് വീടുകളിലായിക്കൊള്ളട്ടെ, എൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ, അവരുമായിട്ടുള്ള സംസാരത്തിൽ, ദൈനംദിന പ്രവർത്തികളിൽ ഞാനൊരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, എനിക്കിന്ന് ലീവായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ തന്നെ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തു. എന്തായാലും ഞായറാഴ്ച വെറുതെ ഇരിക്കുന്നില്ല, എന്താണ് ചെയ്യാനുള്ളത്, ആ ഒരു വിലയിരുത്തലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. വീടുകളിൽ മറാലകൾ തട്ടാനുണ്ട്, ഡ്രസ്സുകൾ അടുക്കി ഒതുക്കി വെക്കാനുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. മുറ്റത്ത് കുറെ ചെടികളൊക്കെ വളർന്ന് വലുതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഴകളൊക്കെ മാറി നിന്നതാണ്, അതൊക്കെ ഒന്ന് വിട്ട് വൃത്തിയാക്കാനുണ്ട്. അപ്പൊ വീടിന്റെ ഉള്ളിലെ ജോലികളൊക്കെ മക്കളെ ഏൽപ്പിച്ചു ഞാൻ പുറത്തോട്ടിറങ്ങി അവിടെയുള്ള മണ്ണുകളൊക്കെ കോരി വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ഏറ്റെടുത്തു. എനിക്കറിയാം ഞാനൊരു മടിയനായിട്ടുള്ള ഒരാളാണ്. അതിലേക്ക് തന്നെ ഞാൻ നോക്കി നിന്നാൽ ഇന്ന് ഈ ഒരു മൊബൈലത്തെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും നോക്കിയിട്ട് 8 മണിക്കൂർ പോകുന്നത് എനിക്കറിയില്ല. അതേസമയം ഞാൻ ഇന്ന് പുറത്തോട്ട് ഇറങ്ങി ആ മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊമ്പുകളൊക്കെ വെട്ടി അതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി ഒന്ന് ശരിയാക്കാനുള്ള ഒരു ശ്രമം ആ വെയില് കൂടുതലാകുന്നതിന് മുമ്പ് നിർത്തുകയും ചെയ്തു. പക്ഷെ എനിക്ക് വളരെ ഒരു സംതൃപ്തി എനിക്ക് തോന്നിയത്. ഇത് ആ സമയത്ത് ഒക്കെ ഞാൻ വിലയിരുത്തി പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ആ പണി ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കത്തിയുണ്ട്. കത്തി കൊണ്ട് കൊമ്പുകളൊക്കെ അങ്ങനെ വെട്ടിയതാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് ഇതിന്റെ മൂർച്ച കുറഞ്ഞിട്ടാണ്, കൊമ്പുകളൊന്നും മുറിയുന്നില്ല. ഒരു കൊമ്പ് ഒരു വെട്ട് വെട്ടേണ്ട സ്ഥലത്ത് 4 വെട്ട് വെട്ടണം. അപ്പൊ ഞാനിത് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഞാൻ ജോലി എടുക്കുന്നു. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. കാരണം ഒരു മരമുറിക്കാരെ മത്സരം നടക്കുന്ന ഒരു കഥ. ആ മരമുറിക്കാരുടെ മത്സരത്തിൽ ഒരു പ്രായമായിട്ടുള്ള ഒരാളും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നല്ല ശേഷിയുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയും അവർക്ക് 2 മരം സെലക്ട് ചെയ്ത് കൊടുത്തു. ഏറ്റവും ആദ്യം മുറിച്ച് തീർക്കുന്നവർക്ക് സമ്മാനം 1ാം സ്ഥാനം. അപ്പൊ ഈ നല്ല ആരോഗ്യമുള്ള ആള് ഉറപ്പിച്ചു അയാൾക്ക് തന്നെ കിട്ടും, യുവാവായിട്ടുള്ള വ്യക്തി ഉറപ്പിച്ചു അയാൾക്ക് തന്നെ സമ്മാനം കിട്ടും. മറ്റേ ആള് വയസ്സായിട്ടുള്ള
ആരോഗ്യം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. രണ്ടുപേരും മഴു കയ്യിലെടുത്തു വെട്ടാൻ ആരംഭിച്ചു. ഈ യുവാവ് വളരെ സ്പീഡിലും വളരെ ശക്തിയിലും മരത്തിനെ ആഞ്ഞു വെട്ടാൻ തുടങ്ങി. എന്നാൽ ആ പ്രായമായിട്ടുള്ള ആള് അയാളുടെ ചെറിയ ആരോഗ്യം വെച്ച് മരത്തിനെ വെട്ടുകയും ഇടയ്ക്കൊക്കെ അയാള് ആ മഴു മൂർച്ച കൂട്ടുകയും ചെയ്തു. ഈ യുവാവ് നോക്കുമ്പോഴൊക്കെ അയാൾ ഇടയ്ക്കിടയ്ക്ക് മഴുവിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ യുവാവ് വെട്ടി തീർക്കുന്നതിനേക്കാൾ മുമ്പ് ഈ വയസ്സായിട്ടുള്ള ആള് ആ മരം വെട്ടി തീർത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് യുവാവ് ചോദിച്ചു, നിങ്ങൾ പലപ്പോഴും ഈ മഴു മൂർച്ചയാക്കുന്നതാണല്ലോ ഞാൻ കാണുന്നത്, വെട്ടുന്നത് കാണുന്നില്ലല്ലോ. അപ്പൊ ആ വയസ്സായിട്ടുള്ള ആൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം, ഇല്ല എങ്കിൽ ഒരു വെട്ടിന്റെ സ്ഥലത്ത് 4 വെട്ട് വെട്ടേണ്ടി വരും. നിനക്ക് സംഭവിച്ചത് അതാണ്. ഈ കഥ എനിക്ക് പെട്ടെന്ന് ഇന്ന് ഓർമ്മ വന്നു. ഞാൻ ഇത് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം, എൻ്റെ പണിയായുധങ്ങൾ. ഇതാണ് വിലയിരുത്തൽ. ആ സ്പോട്ട് ഇൻവെന്ററി ഞാൻ എടുക്കണം എന്ന് പറയുമ്പോൾ, അല്ല എങ്കിൽ എൻ്റെ കൈ വേദനിക്കും, എൻ്റെ ജോലി കൃത്യമായിട്ട് സ്പീഡിൽ നടക്കില്ല, ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? അപ്പൊ അതൊരു സ്വയം വിലയിരുത്തല് അപ്പോൾ നടത്തുന്നത് കൊണ്ടാണ്. നമ്മൾ മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ, ഇന്ന് ഒന്ന് വിലയിരുത്തി നോക്കണം. എനിക്ക് സമയം കിട്ടുന്ന ഈ സമയം ഞാൻ വെറുതെ ചെലവഴിക്കണോ അതോ ഒരു മീറ്റിങ്ങിന് പോകണം? നമ്മൾ വാഹനം ഓടിക്കുമ്പോഴേ എല്ലാവരും പറയും, പെട്രോൾ അടിക്കാൻ സമയം കണ്ടെത്താതെ വാഹനം ഓടിച്ചാൽ വാഹനം പെട്രോൾ തീർന്ന് ബ്രേക്ക് ഡൗൺ ആവും. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വളരെ സ്പീഡ്, എല്ലാ കാര്യത്തിലും, ജോലിയിലെ സ്പീഡ്, നടത്തത്തിലെ സ്പീഡ്, പ്രവൃത്തിയിലെ സ്പീഡ്, വാക്കിലെ സ്പീഡ്, ഒന്നിനും മറ്റൊന്നിനും നേരമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഭക്ഷണം കഴിക്കാൻ നേരമില്ല. ഉച്ചക്കത്തെ ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നു. നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. ആ ഉച്ച സമയമായി, എനിക്ക് വിശപ്പുള്ള ഇത് ഞാൻ വിശപ്പിന് വേണ്ടി എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമുക്കൊരു വിലയിരുത്തൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. ദാഹമുണ്ട്, നമ്മളൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് ദാഹമുണ്ട്. നമ്മൾ ആ ദാഹത്തിനെ അവഗണിച്ചുകൊണ്ടാണോ നമ്മൾ ജോലി എടുക്കുന്നത്? നമ്മൾ അസുഖബാധിതനാകും. നമ്മൾ വിലയിരുത്തുമ്പോൾ ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പൊ ഈ ദൈനംദിന കാര്യങ്ങളിലെല്ലാം നമ്മളൊരു വിലയിരുത്തൽ നടത്തിപ്പോയാൽ, നമ്മുടെ വ്യായാമത്തിൽ, നമ്മുടെ ഉറക്കത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മൾ സംസാരിക്കുന്ന ആളുകളുമായിട്ട്, നമ്മൾ എടുക്കുന്ന പ്രവൃത്തിയിൽ, ഇതിലൊക്കെ നമ്മളൊരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടുപോയാൽ, ഒരു സ്പോട്ട് ഇൻവെന്ററി എടുത്തുകൊണ്ടുപോയാൽ നമ്മൾക്ക് അതിനൊക്കെ പരിഹാരം കാണാൻ കഴിയും. ഇതിലെവിടെയെങ്കിലും താളപ്പിഴക്കൽ വന്നിട്ടുണ്ടോ, നമുക്ക് ഉടനടി അതിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയും. നമ്മൾ ആ വിലയിരുത്തൽ നടത്തുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ, എനിക്ക് അസുഖമുണ്ട്, ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തൽ നടത്തണ്ടേ? എനിക്കൊരു അസുഖമുണ്ട്, അതിനെ ഞാൻ അവഗണിക്കാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടറെ കാണണമെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണാനുള്ള എന്തെങ്കിലും പോരായ്മകൾ എന്നിൽ ഉണ്ടായിട്ടുണ്ടോ? കാണാൻ പറ്റാത്ത എന്തെങ്കിലും പോരായ്മകൾ ജോലി തിരക്ക് മൂലമാണോ? അല്ലെങ്കിൽ വെറുതെ മടി പിടിച്ചിരുന്നിട്ടോ? ഇല്ലെങ്കിൽ ആ അസുഖം തനിയെ മാറുമെന്ന് കരുതിയിട്ടോ? അപ്പൊ ഇത് ഒരു മദ്യാസക്തന്റെ ചില ചിന്തകളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇന്ന് AA മെമ്പറാണ്, എന്നെ ദൈവം കാത്തോളൂ, ഒരു മരുന്നും കുടിക്കേണ്ട ആവശ്യമില്ല, ഒരു എക്സസൈസും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഭക്ഷണ ക്രമീകരണം ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു വിലയിരുത്തലും നടത്താതെ ഈ AA എന്ന പ്രോഗ്രാം എന്നെ മുഴുവൻ കാര്യത്തിലും സംരക്ഷിച്ചു കൊള്ളും എന്ന് വിചാരിച്ച്, ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ പ്രശ്നത്തിൽ പെടും. AAക്ക് ഇത്തരം കാര്യങ്ങളിലേക്കൊന്ന് നോക്കാനുള്ള ഒരു ഉൾക്കാഴ്ച, മനോഭാവം വളർത്തി തരാൻ മാത്രമേ സാധിക്കൂ. അതിനെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്.
ദൈവത്തിനും അതിനെ സാധിക്കും. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ദൈവം ഏറ്റെടുക്കൂല. ഞാൻ തന്നെ ഏറ്റെടുത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ തന്നെ അതിന് പരിഹാരം കാണണം. അപ്പൊ ഇതൊരു സ്പോട്ട് ഇൻവെന്ററിയിൽ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മളൊരു വിലയിരുത്തലും നടത്താതെ നമ്മൾ പോവുകയാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്ന കാര്യത്തിൽ പറയുന്നുണ്ട്, നമ്മളൊക്കെ ഒരു സ്റ്റോക്ക് എടുപ്പ് നടത്തുന്ന ആളുകളാണ്. കടകളിലൊക്കെ കണ്ടിട്ടില്ല ഒരു സ്റ്റോക്ക് എടുപ്പ്. എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട്? കടകളിലാണെങ്കിൽ എടുക്കുക എന്താ? കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ കടയിലുണ്ടോ? കാലാവധി തീരാനുള്ള സാധനങ്ങൾ കടയിലുണ്ടോ? പുതിയ സാധനങ്ങൾ എത്ര കൊണ്ടുവന്ന് വെക്കണം? ഇപ്പൊ ചെലവായ സാധനങ്ങൾ ഏതൊക്കെയാണ്? അത് കൂടുതലായിട്ട് ഇറക്കണോ? കാലാവധി കഴിഞ്ഞ സാധനങ്ങളെയൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് ലാഭം കിട്ടി, എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സാധന സാമഗ്രികൾ എന്തൊക്കെയുണ്ട്? ഇനി വിൽപ്പനക്ക് വെക്കേണ്ടതായിട്ടുള്ള ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ട്? ഇതൊരു വിലയിരുത്തൽ നടത്തി, ഒരു സ്റ്റോക്ക് എടുപ്പ് നടത്തി അവർ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അവർ കൂട്ടി പോകേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ. ഞാനൊരു ദൈനംദിന സ്റ്റോക്ക് എടുപ്പ് എന്നിൽ നടത്തേണ്ടതായിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? എനിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് നീരസം തോന്നുന്നുണ്ടോ? എന്താ അതിന്റെ കാരണം? ഞാൻ നിരസപ്പെടേണ്ടതിന്റെ കാരണം വല്ലതും ഉണ്ടോ? നീരസപ്പെട്ടത് കൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? ദേഷ്യപ്പെട്ടത് കൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? എന്ന് വെച്ച് ആരോടും ദേഷ്യപ്പെടരുത് എന്നല്ല. ദേഷ്യപ്പെടാതിരുന്നാൽ അതും ഒരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, പറയേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നോക്കണം. ചില കാര്യങ്ങളിൽ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. നമ്മൾ വിചാരിക്കും എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ട്, എല്ലാവരെയും സഹായിക്കണം എന്നുള്ളത്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്, ആ ഒരു ചിന്താഗതിയിൽ നിന്ന്. കാരണം ഞാൻ എടുക്കേണ്ട ജോലി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എൻ്റെ ഓഫീസിൽ എത്രയോ ആളുകൾ ജോലി എടുക്കുന്ന ആളുകളാണ്. ഞാൻ ജോലി എടുക്കുന്ന ഓഫീസിൽ പണ്ടൊക്കെ എനിക്കൊരു പണിയുണ്ടായിരുന്നു. എൻ്റെ ജോലിയും ഞാൻ തീർക്കും, മറ്റുള്ളവരുടെ ജോലിയും ഞാൻ തീർക്കും. ഒരു അഭിനന്ദനം ഞാൻ അർഹിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു, അങ്ങനെ ഒരു തോന്നൽ. പക്ഷേ എന്നെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ ജോലി എടുക്കുകയും മറ്റുള്ളവരുടെ ജോലി എടുക്കുകയും ചെയ്യുമ്പോൾ അവരെ ഞാൻ ആ ജോലി എടുക്കുന്ന പ്രാക്ടീസിൽ നിന്ന് പിന്തിരിപ്പിക്കുക ചെയ്യുന്നത്. അവരെ ഒരു മടിയന്മാരാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ജോലി എടുത്താൽ മതി, അവരവരുടെ ജോലി എടുത്തോട്ടെ. ഞാൻ ചെയ്യേണ്ടതല്ലാത്ത ചില ജോലികൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ നോന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അവിടെ സമയം എനിക്ക് ബാക്കിയായിരിക്കും. എല്ലാ കാര്യങ്ങളും എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ എനിക്ക് ബാക്കിയായിരിക്കും. സമയം ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകും എന്ന് കരുതി അവൻ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ ഞാൻ എന്നിട്ട് അവനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ, എവിടെയെങ്കിലും പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യത്തിന്. എന്നാൽ എൻ്റെ ജോലി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അവനായി എനിക്ക് ഇട്ട് തരികയാണെങ്കിൽ ഞാൻ നോ പറയാറ് തന്നെ ഉണ്ട്. നോ പറഞ്ഞിട്ടില്ലെങ്കിലോ ഞാൻ ആ ജോലി ഏറ്റെടുക്കുന്നു. അതിൽ പിന്നെ എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നാൽ അതിൻ്റെ എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുക്കണം, പ്രശ്നങ്ങളും ഏറ്റെടുക്കണം. അപ്പൊ ആ നോ പറയുന്നതോട് കൂടിയിട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ മാറും. അഭിനന്ദനങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്നുള്ളതൊരു വിലയിരുത്തലിൽ ഞാൻ മനസ്സിലാക്കും. എനിക്ക് ലാഭം കിട്ടിയ ആ സമയം മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിക്കും. അപ്പൊ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നതിൽ, നീരസപ്പെടുന്നതിൽ, വിശന്നിരിക്കുന്നതിൽ, ദാഹിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിൽ, രോഗാവസ്ഥയിൽ വിശ്രമിക്കാതെയും മരുന്ന് കഴിക്കാതെയും ഇരിക്കുന്നത്, അപ്പൊ ഇവിടെയൊക്കെ ഒരു പരിഹാരത്തിനുള്ളൊരു വഴി എന്താണ്? ഒരു വിലയിരുത്തലാണ്. അത് ആ സമയം തന്നെ വിലയിരുത്തുമ്പോൾ. ഇനി തെറ്റുകൾ പറ്റുമ്പോൾ തന്നെ ഉടനെ പരിഹരിക്കാൻ അതിന് സാധിക്കും.
ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അതിന്റെ പരിഹാരം എന്നല്ല. ഞാൻ ഒരാളോട് ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില പ്രവർത്തികളിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഉടനെ അതിന് ചിലപ്പോൾ പരിഹാരം പെട്ടെന്ന് തന്നെ ചിലപ്പോൾ എനിക്ക് തീർക്കാൻ പറ്റില്ലായിരിക്കാം. എന്നാൽ ഞാൻ അതിനുള്ളൊരു ശ്രമം ഞാൻ ആരംഭിക്കുകയും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇപ്പം അതിനെ കടിച്ചു തൂങ്ങില്ല. കാരണം എനിക്ക് എന്നെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാൻ അതിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയും അത് പിന്നത്തേക്ക് മാറ്റിവെക്കുകയോ ന്യായീകരണം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാവിയിലേക്ക് ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. സാമ്പത്തിക കാര്യത്തിലായിക്കൊള്ളട്ടെ, ചില ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടേ ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ. കാരണം ഇപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ അധികവും ചില ടൂറുകൾ പോകുന്ന ആളാണ്. ടൂർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രക്കിങ്ങുകൾക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ഒരു വലിയൊരു എമൗണ്ടുകൾ ഓരോ പ്രാവശ്യം അതിന് ചിലവഴിക്കും. ഈ ഒരു 2 വർഷമായിട്ട് ഞാൻ അതിന് പോയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു പണം എനിക്ക് മറ്റ് എൻ്റെ മോളുടെ പഠനാവശ്യത്തിനൊരു നല്ലൊരു പണം ചിലവായിരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് എനിക്ക് പോകാം. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കും. ആ ലോൺ എടുത്തിട്ട് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ വരും കാലങ്ങളിൽ ചിലപ്പോൾ ആ പൈസ തിരിച്ചടക്കേണ്ട സമയത്ത് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ, ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ശ്രമം ഇപ്പൊ 2 വർഷമായിട്ട് മാറ്റിവെച്ചിരിക്കുക. ഇനി അത്തരം ഒരു പണം ഒഴിഞ്ഞു കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെച്ചിട്ട് ഒരു കുറിയിലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ നിക്ഷേപിച്ച് എനിക്ക് കിട്ടിയാൽ ഞാൻ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സാമ്പത്തിക കാര്യത്തിലായാലും, ഇനി ചില പ്രവർത്തികളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രവർത്തനങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് നമുക്ക് തോന്നും. ഒരു ഉടനടി എടുക്കുന്ന ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും ഒക്കെ ഉണ്ട്. നമ്മൾ എടുത്തപടി ഒരു ചാടി നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെട്ടു. നമ്മൾ ആ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അത് തോന്നുന്നു, ശേ അയ്യേ വേണ്ടില്ലായിരുന്നു, അതാകെ ചളായി, ആകെ പ്രശ്നമായിരുന്നു. ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ചില ഇന്നിങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ഞാൻ എഴുതും. ഞാനിങ്ങനെ എഴുതി വന്നിട്ട് പിന്നെ എനിക്ക് തോന്നി, എന്തിന് ഞാനിത് എഴുതുന്നു? ഇത് എഴുതിയിട്ട് അയാൾ വായിക്കും. അയാൾ വായിച്ചു കഴിഞ്ഞിട്ട് മറുപടി ഇങ്ങോട്ട് ഇടും. പകരം ഞാനൊരു മറുപടി അങ്ങോട്ട് ഇടും. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാകും. അപ്പൊ ഇതിങ്ങനെ എഴുതി കുറച്ച് കഴിയുമ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇതിനൊന്നും ആവശ്യമില്ല, ഞാൻ ഒക്കെ ആയിട്ട് ഡിലീറ്റ് ചെയ്ത് ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും പൂട്ടി ഞാൻ കുറച്ചു നേരം സ്വസ്ഥായിട്ടിരിക്കും. അപ്പൊ ഇതൊരു വിലയിരുത്തൽ ആ സമയത്ത് നടത്താനുള്ള ഒരു സാവകാശവും നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് മടിയും അബദ്ധമാണ്, പെട്ടെന്നുള്ള ഒരു തീരുമാനങ്ങളും അബദ്ധങ്ങളാണ്. അതിനൊക്കെ ഒരു ശരിയായിട്ടുള്ള ഒരു സമയം കൊടുത്താൽ, വളരെ കൂടുതൽ സമയമല്ല, രാവിലെ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തിക്ക് വൈകിട്ട് പോയിട്ട് അല്ലെങ്കിൽ രാത്രി പോയിട്ട് വിലയിരുത്തൽ നടത്തുകയും തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പം ലഘുവായിട്ടുള്ള പരിഹാരത്തിനേക്കാൾ ചിലപ്പോൾ അതൊരു ഭീകര പ്രശ്നമായിട്ട് വളർന്നു നിൽക്കും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ ഞാൻ എല്ലാ സമയത്തും ഒരു ദൈനംദിന ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ സമയത്തിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. തെറ്റുകൾ പറ്റുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത്തരം തെറ്റുകൾ പറ്റുമ്പോൾ അതിന് പരിഹാരം ചെയ്യുകയും, ഇനി ഭീകര ഒരു പരിഹാരത്തിന് വളരെ ശ്രമം ആവശ്യമാണെങ്കിൽ അതിനു മുമ്പ് ആ പരിഹാരം ചെയ്യപ്പെടേണ്ട പ്രവർത്തിക്കായിക്കൊള്ളട്ടെ, ആളുകളോടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ളവരോടായിക്കൊള്ളട്ടെ, അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് എൻ്റെ ഭാഗത്തുള്ള തെറ്റ് ഞാൻ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് 10ാമത്തെ ആ ഒരു പടിയിൽ ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കി
കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, ഉള്ള പ്രശ്നങ്ങൾ വളരെ ലഘൂകരിച്ചുകൊണ്ട് ഒരു സുബോധത്തോടു കൂടിയിട്ട് എൻ്റെ ആത്മീയത നഷ്ടപ്പെടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി 10ാമത്തെ പാരമ്പര്യത്തെക്കുറിച്ചാണ്. 10ാമത്തെ പാരമ്പര്യം പുറമേയുള്ള വിഷയങ്ങളിൽ, അഥവാ ഏക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് യാതൊരു അഭിപ്രായവും ഇല്ല. അതുകൊണ്ട് എയുടെ പേര് മറ്റ് ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു പാരമ്പര്യം വന്നത് എ സ്ഥാപിതമാകുന്നതിനൊക്കെ വളരെ മുമ്പ്, അഥവാ 19ാം നൂറ്റാണ്ടിൽ ഒരു 1840-1850 നമ്മുടെ എയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു വാഷിങ്ടോണിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെയുള്ള കുറേയേറെ മിതവ്യ പ്രസ്ഥാനങ്ങൾ അമേരിക്കയിലും അവിടെയൊക്കെ രൂപം കൊണ്ടിരുന്നു. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ മദ്യരഹിത ജീവിതം നയിക്കുക എന്നുള്ളതും മറ്റുള്ളവരെ അതിനെ സഹായിക്കുക എന്നുള്ളതുമായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും പ്രബലമായ, ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള ഒരു സംഘടന ആയിരുന്നു വാഷിങ്ടോണിയൻ സൊസൈറ്റി. അന്നത്തെ കാലത്ത് ജനസംഖ്യ കുറവായിരുന്ന അമേരിക്കയിൽ നിന്ന് തന്നെ 6 ലക്ഷത്തോളം ആളുകൾ ഈ വാഷിങ്ടോണിയൻ സൊസൈറ്റിയിൽ അംഗമെടുത്തിരുന്നു. അവരുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? മദ്യരഹിത ജീവിതം നയിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ അതിനായി സഹായിക്കുക എന്നുള്ളത്. എന്നാൽ കുറച്ച് കാലങ്ങൾ ആയപ്പോഴേക്കിന് അവരതിൽ നിന്നുള്ള ആ ഒരു പ്രാഥമിക ലക്ഷ്യത്തിൽ നിന്നും മാറി മറ്റു ചില കാര്യങ്ങളിൽ കൂടി അവർ ചർച്ചകളും അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി. അടിമത്തത്തെക്കുറിച്ച്. അന്നത്തെ കാലത്ത് അമേരിക്കയിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും അടിമത്ത സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പൊ അടിമത്തം നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിൽ അവരഭിപ്രായം പറയാൻ തുടങ്ങി, വാഷിങ്ടൺ സൊസൈറ്റി എന്ന പേരിൽ തന്നെ. കാരണം 6 ലക്ഷത്തോളം അംഗങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് അവർ പറയാൻ തുടങ്ങി. മദ്യനിരോധനത്തിന് അവര് ശക്തിയായി വാദിച്ച് മദ്യനിരോധനം നടപ്പിൽ വരുത്തണം എന്ന് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ മതകാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ചില ക്ലബ്ബുകൾ അവര് രൂപം കൊടുത്തു, അതിനു വേണ്ടി പ്രവർത്തിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും, കാരണം എബ്രഹാം ലിങ്കൺ എന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഇവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്നുള്ള പറയുന്നത്. അതിൻ്റെ ഒരു കാരണം മനസ്സിലാക്കേണ്ടത്, ഒരു മദ്യരഹിത ജീവിതം നയിക്കുന്നു അതിൽ പങ്കെടുക്കാനുണ്ടായ കാരണം അവര് ഒരു രാഷ്ട്രീയത്തിന് പക്ഷം പിടിച്ചു എന്നുള്ളതാണ്. കൂടെ അല്ലാതെ അതല്ല. അപ്പൊ ഇത്തരം പ്രാതിനിധ്യത്തിൽ നിന്ന് മാറി അടിമത്ത സമ്പ്രദായത്തിന്റെയും അല്ലെങ്കിൽ മദ്യ നിരോധനത്തിന്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പക്ഷം പിടിച്ചും ചില ചികിത്സാലയങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിച്ചുമൊക്കെ ഈ വലിയൊരു പ്രസ്ഥാനം അതിന്റെ പ്രാഥമിക ലക്ഷ്യത്തിൽ നിന്ന് മാറുകയും ചേരിതിരിവുകൾ ആ ഒരു പ്രസ്ഥാനത്തിൽ രൂപപ്പെടുകയും ചെയ്തു. കുറെ ആളുകൾ മദ്യനിരോധനത്തെ അനുകൂലിക്കുന്നവരാണെങ്കിൽ കുറേയേറെ ആളുകൾ അതിനെ എതിർക്കുന്നവരായി. ചില രാഷ്ട്രീയത്തിൽ 2 ഭാഗക്കാരുണ്ടായി ആ പ്രസ്ഥാനത്തിൽ. ഫലത്തിൽ ആ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നതിന്റെ തൊട്ടുമുമ്പല്ല, കുറച്ച് മുമ്പ് തന്നെ അത് ചിതറി നാമാവശേഷമായി എന്നാ പറഞ്ഞ ആ ഒരു പ്രസ്ഥാനം. അപ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസ് രൂപപ്പെട്ടപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ തകർച്ചയുടെ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എയുടെ
പാരമ്പര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട, എല്ലാ പാരമ്പര്യങ്ങളും പ്രധാനമാണെങ്കിൽ പോലും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യമായിട്ട് പുറമേയുള്ള വിഷയങ്ങളിൽ പ്രോഗ്രാമിന് യാതൊരു അഭിപ്രായവും ഇല്ല എന്നുള്ളത്. ക്കാണ് അഭിപ്രായമില്ലാത്തത്. വ്യക്തിപരം എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് പല അഭിപ്രായവും ഉണ്ടാവും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടാവും, അതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് വരും, ഞാൻ അതിന് സംസാരിക്കും. ഞാൻ എൻ്റെ മതത്തിലോ എൻ്റെ ഒരു ആശയത്തിനോ എൻ്റെ ഇതിനൊക്കെ വേണ്ടി ഞാൻ സംസാരിക്കും. പക്ഷെ അതിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിനെ ഞാൻ വലിച്ചിഴച്ച് കൊണ്ടുവരാനോ അതിൻ്റെ പേര് പരാമർശിക്കാനോ ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ കൂട്ടായ്മ എന്ന രീതിയിൽ ഞാൻ അതിനെ തർക്ക വിഷയങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയോ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒന്നിനെ പക്ഷം പിടിക്കാനോ ഏതെങ്കിലും ഒന്നിനെ തള്ളിപ്പറയാനോ കൂട്ടായ്മ എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റികളോ തയ്യാറാകാൻ പാടില്ല. അത്ര മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി നമ്മളൊന്ന് പരത്തി അതിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും എനിക്കൊക്കെ പണ്ട് സംഭവിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു മെമ്പർ ആണെന്നും മദ്യരഹിത ജീവിതം നയിക്കുന്ന ആളാണെന്നും ഒക്കെ എൻ്റെ ചുറ്റുവട്ടത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പ്രോഗ്രാമിൽ സ്ഥിരം പോകാറുണ്ട്. എൻ്റെ പിന്നെ ഇങ്ങനെ ആരെങ്കിലും 12-ാം പടി സേവനത്തിനൊക്കെ പോയിട്ട് ചിലപ്പോൾ ചില ആളുകളെയൊക്കെ സഹായിക്കാറുണ്ട് എന്നൊക്കെ അറിയുന്ന ആളുകളും എൻ്റെ സമൂഹവും എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം. ചില സ്ഥലത്ത് ഞാൻ പരിചയപ്പെടുത്താറുണ്ട്, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ എന്നുള്ളതൊക്കെ. ചിലപ്പോൾ ചില ആളുകൾ അത് ശരിയില്ലാത്ത പരിപാടിയാണ് എന്നൊക്കെ എൻ്റെ പറഞ്ഞാലും, എന്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കണ്ടില്ലേ ഒരാൾ പോയിട്ട് അയാൾ ഇപ്പോഴും കുടിച്ചുകൊണ്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അയാൾ പിന്നെ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് അയാൾക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഞാൻ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടും. ഞാൻ അതിനെ അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാനും വാദങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കും. ഫലത്തിൽ എനിക്ക് സംഭവിക്കുന്നതോ ഞാൻ അവിടെ വല്ലാത്തൊരു ആളായിട്ട് അങ്ങ് മാറുക ചെയ്യുന്നത്. എൻ്റെ വലിയൊരു സംഭവമായിട്ട് ഞാൻ മാറും. നിങ്ങൾ പറയുന്നത് പോലെ അല്ല എന്ന് പറയും. അവര് എന്നെ മെമ്പറായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയാണോ നിന്റെ പ്രസ്ഥാനം എന്നാ ചോദിക്കുന്നത്? ഇങ്ങനെയാണോ നിന്റെ കൂട്ടായ്മ? ഇങ്ങനത്തെ ആളുകളാണോ നിന്റെ കൂട്ടായ്മയിലുള്ളത്? ശരിക്കും ഞാൻ വലിച്ചവിടെ കൊണ്ടുവന്നിട്ട് ചെയ്തത്. അവർക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ ഉണ്ടാവുമായിരിക്കും, അവരുടെ ധാരണയിൽ വന്ന ചില കാര്യങ്ങളായിരിക്കും. അതിനെ ഞാൻ തിരുത്തേണ്ടുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടോ അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ടോ ഒന്നുമല്ല ഞാൻ തിരുത്തേണ്ടത്. ഞാനൊരു ആകർഷണത്തിലൂടെ ആയിരിക്കണം എന്നാ പറഞ്ഞത്. അവർക്ക് എന്നിലൊരു ആകർഷണം ഉണ്ടായിട്ട് വേണം ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. അവിടെ ആകർഷണത്തിന് പകരം അനാകർഷണമാണ് വരുന്നത്. ഒരു തർക്ക വിഷയത്തിലേക്ക് ഞാൻ എന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു പാരമ്പര്യ ലംഘനം തന്നെയാണ്, അനാവശ്യമായിട്ട് വലിച്ചിഴച്ചു കൊണ്ടുവരിക. ഇനി ഈ പ്രോഗ്രാമിനെ തന്നെ ചിലപ്പോഴുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ ഹോസ്പിറ്റലുകളിൽ, ഡീഅഡിക്ഷൻ സെന്ററുകളിലൊക്കെ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു വികൃതമാക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ വലിയ ആളുകളായിട്ട് നമ്മൾ കടന്നു ചെല്ലുന്നു. അവിടെ മീറ്റിങ്ങുകൾ നടത്താൻ അവരുടെ അനുവാദം ചോദിക്കുന്നത് ചില സമയത്ത് അവരത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു എന്ന പരിപാടി മാത്രമേ ഉള്ളൂ മദ്യരഹിത ജീവിതത്തിന് കിട്ടുന്ന ഒരു ചികിത്സാലയം, അതാണ് വലിയ ചികിത്സാലയം, നിങ്ങൾ ഇവിടെ ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ എന്നൊക്കെ പറയുന്നു. ഇനി അവിടെ എവിടെയെങ്കിലും നമുക്കൊരു ഒരു സ്ഥലം ഒരു മീറ്റിങ്ങിന് വേണ്ടി അനുവദിച്ചു തന്നാലോ,
അവിടെ നമ്മൾ അവരെ ഇരുത്തൂല, ഡോക്ടർമാരെ ഇരുത്തൂല, കൗൺസിലർമാരെ ഇരുത്തൂല, നഴ്സുമാരെ, സിസ്റ്റർമാരെ ആരും ഇരുത്തൂല. ഇതിലെ മാത്രം പങ്കെടുക്കുന്ന കൂട്ടായ്മയാണ് കല്ലൂരിയന്മാരെ ഉണ്ടാകാവൂ. ഇങ്ങനെയൊക്കെയുള്ള കുറെ നിർദ്ദേശങ്ങളൊക്കെ വെക്കുന്നു. അതൊക്കെ നമ്മൾ എനെ ആ ഒരു ചർച്ചാ വിഷയങ്ങളിലേക്ക്, മോശകരമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശരിയായിട്ടുള്ള എന്റെ ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു മീറ്റിങ്ങുകളാണ്. അവിടെ ഡോക്ടർമാര് ചിലപ്പോൾ ഉണ്ടാകും, കൗൺസിലർമാരുണ്ടാകും, കന്യാസ്ത്രീകൾ ഉണ്ടാകും, ചിലപ്പോൾ അച്ഛന്മാരുണ്ടാവും, പുരോഹിതന്മാരുണ്ടാവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ ഒരു തർക്ക വിഷയങ്ങളിലേക്കൊന്നും ഇതിനെ വലിച്ചിഴച്ച് കൊണ്ടുവരില്ല. മറ്റൊന്ന്, ഏതെങ്കിലും ചികിത്സാലയങ്ങളിലൊക്കെ ഏന്റെ തലക്കെട്ട് നമ്മൾ പേര് കൊടുക്കുന്നുണ്ടോ ഒരു ഡി അഡിക്ഷൻ സെന്ററിന്? അതൊന്നും ഏന്റെ പണിയല്ല എന്നുള്ളതാണ്. ഏനെ അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു അന്തസത്തയോട് കൂടിയിട്ട് നിലനിർത്തുകയും എനിക്ക് വ്യക്തിപരമായിട്ട് ചില അവകാശങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യവും എന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്തരം രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയില്ല. മറ്റൊന്ന്, ആദ്യമൊക്കെ ഏലെ ആളുകൾ ഒക്കെ തുടക്കത്തിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ക്ലബ്ബുകളൊക്കെ രൂപവൽക്കരിച്ചത് നമുക്കറിയാം. ക്ലബ്ബുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 12th സ്റ്റെപ്പ് പ്രോഗ്രാമിനായിട്ട് പ്രത്യേക ഓഫീസുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ പിന്നീട് തെറ്റാണ് എന്ന് നമുക്ക് തോന്നി. കാരണം അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പലപ്പോഴും എ ആണ് അത് ആ കാലത്തൊക്കെ നടത്തിയിരുന്നത്. ക്ലബ്ബുകൾ, ചില ചികിത്സാലയങ്ങൾ നടത്തിയിരുന്നു ആ കാലത്ത്. ഇതുപോലെ തന്നെ 12-ാം പടി സേവനങ്ങൾക്ക് വേണ്ടി പ്രത്യേക കമ്മിറ്റികൾ, ഓഫീസുകൾ ഇട്ടിരുന്നു. എന്നാൽ ഇതിനൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എയുടെ പേര് അവിടെ ഉയർന്നു വരികയും ചെയ്തു. അത് ചിലപ്പോൾ ആ ക്ലബ്ബുകളുടെ ശരിയായിട്ടുള്ള നടത്തിപ്പിന് സാധിക്കാതെ വന്നത് കൊണ്ടാകാം. ഇല്ലെങ്കിൽ ചികിത്സാലയങ്ങളിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകളിൽ ചിലപ്പോൾ ചില വേർതിരിവുകൾ ഉണ്ടായതുകൊണ്ട് എയുടെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടിട്ട് ഉണ്ടാവും. പാർഷ്വാലിറ്റി കാണിച്ചു അല്ലെങ്കിൽ വേർതിരിവ് കാണിച്ചു എന്നൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും എക്ക് ഒരു താല്പര്യവുമില്ല എന്നും എയുടെ പേരോ അല്ലെങ്കിൽ എയുടെ ചിഹ്നങ്ങളോ എയുടെ കാര്യങ്ങളോ അതിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇനി ഇത് നമ്മുടെ ഈ പാരമ്പര്യം നമ്മുടെ കുടുംബജീവിതത്തിലേക്കൊന്ന് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, കുടുംബജീവിതം, സുഹൃത്തുക്കളും ആണെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന പ്രാക്ടീസ് ആണല്ലോ. ഈ ഗ്രൂപ്പിനെ നമ്മൾ ഒരു മോശപ്പെടുന്ന രീതിയിൽ എവിടെയും കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ നിലനിൽപ്പും ഒക്കെ നമ്മുടെ മുമ്പിൽ ഒരു കാരണമാണ്. അതില്ല എങ്കിൽ നമ്മളില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ പാരമ്പര്യം ഒന്ന് എത്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്ക്. ആ കുടുംബത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും പുറമെയുള്ള ഏത് വിഷയത്തിലും ഒരു സ്വയം അഭിപ്രായത്തിന് അർഹതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പുറമെയുള്ള ഏത് വിഷയത്തിനും ഒറ്റക്കൊറ്റക്ക് നമുക്ക് വേണമെങ്കിൽ, കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. എന്നാൽ ഈ നമ്മളുടെ കുടുംബത്തിലുള്ള മൊത്തം ഒരു പേര് അല്ലെങ്കിൽ മറ്റാളുകളുടെ പേരുകളൊക്കെ നമ്മൾ ആ മറ്റ് ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും മോശമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, എൻ്റെ ഭാര്യയെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു രസത്തിന് വേണ്ടി പരിഹസിക്കുക, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുക, അല്ലെങ്കിൽ അവിടെ ചെയ്തത് ശരിയല്ല, അവൾ ഭക്ഷണം വെക്കുന്നത് ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ കയ്യടിയും ചിരിയും ഒക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അന്നേരം കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആ കുടുംബാംഗം, നമ്മുടെ ഇണ,
അത് ആ സമയത്ത് ആസ്വദിക്കുകയാണോ അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത്. ഈ പാരമ്പര്യം പാലിക്കപ്പെടുന്ന നമ്മൾക്ക് ഒരിക്കലും അതിന് അർഹതയില്ല അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങൾ പറയാം, മതത്തിൽ അഭിപ്രായങ്ങൾ പറയാം, വേണമെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാലും നമ്മുടെ കുടുംബത്തിനെയും കൂടി ഇത്തരം ചർച്ചാ വിഷയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരികയും അവരുടെ ആ ഒരു പേര് വലിച്ചിഴക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. നമ്മളെ മക്കളെയൊക്കെ കണ്ടിട്ടില്ലേ, മറ്റുള്ളവരുടെ കുട്ടികളുടെ മുമ്പിൽ അവരുടെ മാതാപിതാക്കളുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ചിലപ്പം പറയും അവൻ പഠിക്കാനൊക്കെ മോശമാണ്, അല്ലെങ്കിൽ അവന് മണ്ടൻ, അവനെ കൊണ്ടായിട്ടൊന്നും കഴിയില്ല. നമ്മളവിടെ അവനെ വെച്ചൊന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലോ എത്ര കുറവുകൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേലും നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട് എന്ന് അവനോട് പറഞ്ഞാൽ അതല്ലേ നല്ലത്. എന്നാൽ പലപ്പോഴും എനിക്കൊക്കെ സംഭവിച്ചത് ഈ ആദ്യം പറഞ്ഞ കാര്യമാണ്. അവന്റെ കുറവുകളെ ഞാൻ അങ്ങ് കാണുകയും അതങ്ങട്ട് പെരുപ്പിച്ച് പറയുകയും ചെയ്യും. ഭാര്യയെയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്, എൻ്റെ കുടുംബാംഗങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിലോ സുഹൃത്തുക്കളുടെ മുമ്പിലോ ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പണ്ടെന്നോ ഉണ്ടാക്കിയ ഒരു കറിയുടെ പേര്, പണ്ടെന്നോ പറ്റിയ ഒരു അബദ്ധത്തിന്റെ പേര്, അല്ലെങ്കിൽ ചില വാക്കുകളിൽ വന്ന നാക്കുപിഴയുടെ പേര്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കളിയാക്കും. അപ്പൊ ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പർ എന്ന രീതിയിൽ ഞാൻ ചെയ്യാതിരുന്നാൽ എന്നോട് ചെയ്യരുത് എന്നാണ് എൻ്റെ ഈ പാരമ്പര്യത്തിലും നമ്മുടെ ഈ പാരമ്പര്യത്തിലും പടികളിലും ഒക്കെ എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും ഒക്കെ, ഇപ്പം സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ്, അവരുമായിട്ട് നല്ല ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ ഇടയിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ കാണാൻ ഞാൻ അവരെയും കൂടി കൂട്ടി അങ്ങ് ഉൾപ്പെടുത്തും, എനിക്കൊരു ബലം കിട്ടാൻ. അത് ചിലപ്പോൾ വാക്കില്ല പറയുക, അവനും കൂടി ഉണ്ടായിരുന്നു, അവൻ കേട്ടിട്ടുണ്ട്, അവനോട് ചോദിച്ചു നോക്ക്. ചിലപ്പോൾ അവൻക്ക് അത് കേട്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ പറയുകയാണ്, അവനെ വിളിച്ചിരുത്തിയിട്ട്, ഡാ നീ കേട്ടതല്ലേ ആ കാര്യം, നീ ഒന്ന് പറയും ആ കാര്യം. അവൻ ചിലപ്പോൾ പാടിച്ചു, കാരണം അവർക്ക് ആ സമയത്ത് അത് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുകൾ വീഴുന്നത് കൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. മറ്റുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ അവകാശത്തെ, അവരുടെ മാന്യതയെ ഇതൊന്നും മാനിക്കാതെ അവരെയും കൂടി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ വാദങ്ങൾ പ്രബലപ്പെടുത്താൻ, എൻ്റെ തർക്കങ്ങളിൽ എനിക്ക് മേൽക്കോയ്മ കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ഉപയോഗങ്ങൾ ഞാൻ നിർത്തണം, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആൽക്കഹോളിസം 10ാമത്തെ പാരമ്പര്യത്തിൽ കൂടെ എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിൽ, കുടുംബ ബന്ധങ്ങളിൽ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഞാനത് പ്രാവർത്തികമാക്കാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും ഒരു സുഖകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകട്ടെ. പടികളും പാരമ്പര്യങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലൂടെ എന്നും കൂട്ടായ്മയിൽ സ്ഥിരമായിട്ട് നിലനിൽക്കാനും മറ്റുള്ളവർക്ക് ഒരു സുബോധാവസ്ഥ പകർന്നു നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.